എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള. ആറന്മുളയിലാണ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ. മുംബൈയാണ് ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം. ഓങ് സാൻ സൂചി ഏത് രാജ്യത്തെ നേതാവാണ്? മ്യാൻമറിലെ നേതാവാണ് ഓങ് സാൻ സൂചി. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരകുറുപ്പാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ATMന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ റിസ്റ്റൺ ആണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ATMന്റെ ഉപജ്ഞാതാവ്. ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴിവിനനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴിവനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്മ്യൂണിസം. ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴിവനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം കമ്മ്യൂണിസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. കൂനൻ കുരിശ് സത്യം ഏതു വർഷത്തിൽ? AD 1653. കൂനൻ കുരിശ് സത്യം. ഷാജഹാന്റെ ശവകുടീരം എവിടെയാണ്? ആഗ്രയിലാണ് ഷാജഹാന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഷഡ്ദർശനങ്ങൾ ഏവ? ന്യായ, വൈശേഷിക, സംഖ്യ, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. ന്യായ, വൈശേഷിക, സംഖ്യ, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നിവയാണ് ഷഡ്ദർശനങ്ങൾ. സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മാഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ലെജിസ്ലേറ്റീവ് കൗൺസിലിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം. യേശുക്രിസ്തു ജനിച്ച വർഷം BC 4 യേശുക്രിസ്തു ജനിച്ചത്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ്. കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ ബാലകൃഷ്ണപിള്ളയാണ് കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ. തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരിയാണ് തമിഴ്നാടുമായും കർണാടകയുമായിട്ടും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക്.
തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർ രാജ്യങ്ങൾ. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർ രാജ്യങ്ങൾ അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട, ബിദാർ. അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട, ബിദാർ എന്നിവയാണ് തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർ രാജ്യങ്ങൾ. തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത്? തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത്? രണ്ടിടങ്ങഴി. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത്. നീലഗിരിയിൽ കാണുന്ന ഗോത്രവിഭാഗം. നീലഗിരിയിൽ കാണുന്ന ഗോത്രവിഭാഗം തോഡർ. തോഡറാണ് നീലഗിരിയിൽ കാണുന്ന ഗോത്രവിഭാഗം. നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ബീഹാറിലാണ് നീലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. ചരൺ സിംഗ് ആണ് ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ 26-ാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രി. നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ 26-ാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ 26-ാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ. വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. നാമക്കൽ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? നാമക്കൽ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? പൗൾട്രി. പൗൾട്രി വ്യവസായത്തിനാണ് നാമക്കൽ പ്രസിദ്ധം. നാഗസാക്കിയിൽ വീണ ബോംബിൻ്റെ പേര്. നാഗസാക്കിയിൽ വീണ ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്നതായിരുന്നു നാഗസാക്കിയിൽ വീണ ബോംബിൻ്റെ പേര്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പേര്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പേര് ന്യൂ ആംസ്റ്റർഡാം. ന്യൂ ആംസ്റ്റർഡാം എന്നതായിരുന്നു ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പേര്. ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഹഡ്സൺ. ഹഡ്സൺ നദിയുടെ തീരത്താണ് ന്യൂയോർക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത്. ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാഡീവ്യൂഹം. നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. ന്യൂഡൽഹിയുടെ യോജനാ നിർമ്മാതാവ് എഡ്വിൻ ലുട്യൻസ്. ന്യൂഡൽഹിയുടെ യോജനാ നിർമ്മാതാവ് എഡ്വിൻ ലുട്യൻസ് ആണ്. നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക മേജർ തുറമുഖം. നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക മേജർ തുറമുഖം കൊൽക്കത്ത. കൊൽക്കത്ത തുറമുഖമാണ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക മേജർ തുറമുഖം. നദികളെക്കുറിച്ചുള്ള പഠനം. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. പോട്ടമോളജിയാണ് നദികളെക്കുറിച്ചുള്ള പഠനം. പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര്. പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര് SS ആംഗൺ. SS ആംഗൺ എന്നതായിരുന്നു പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര്. പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമായ ഭരണഘടനാ അനുച്ഛേദം. പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമായ ഭരണഘടനാ അനുച്ഛേദം 19. അനുച്ഛേദം 19 പത്രസ്വാതന്ത്ര്യത്തിന് ബാധകമായ ഭരണഘടനാ അനുച്ഛേദം. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. യുറാനസ് ആണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്. പച്ചസ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പച്ചസ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാനില. വാനിലയാണ് പച്ചസ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പട്ടിണി ജാഥ നയിച്ചത്. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. AK ഗോപാലനാണ് പട്ടിണി ജാഥ നയിച്ചത്. പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ. പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ്. സ്വർണം, ചെമ്പ്, വെള്ളി, ഈയം, ഇരുമ്പ് എന്നിവയാണ് പഞ്ചലോഹങ്ങളിലെ ഘടകങ്ങൾ. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? 6. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടെ 6 വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നത്.
പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതി. ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്നത്. ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം. ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം ഋഗ്വേദം. ഋഗ്വേദമാണ് ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവ. ഭീമൻ കണവയാണ് ഏറ്റവും വലിയ കണ്ണുള്ള ജീവി. ഏറ്റവും വലിയ സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം പസഫിക്. പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ സമുദ്രം. ഏറ്റവും വലിയ സസ്തനി. ഏറ്റവും വലിയ സസ്തനി തിമിംഗലം. തിമിംഗലമാണ് ഏറ്റവും വലിയ സസ്തനി. വിറ്റാമിൻ B1ൻ്റെ ശാസ്ത്രനാമം. വിറ്റാമിൻ B1ൻ്റെ ശാസ്ത്രനാമം തയാമിൻ. തയാമിൻ എന്നതാണ് വിറ്റാമിൻ B1ൻ്റെ ശാസ്ത്രനാമം. സ്വയം ചലിക്കാത്ത ജന്തു. സ്വയം ചലിക്കാത്ത ജന്തു സ്പോഞ്ച്. സ്പോഞ്ചാണ് സ്വയം ചലിക്കാത്ത ജന്തു എന്നറിയപ്പെടുന്നത്. തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രം. തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രം കോവളം. കോവളമാണ് തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രം. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആഡംസ്. ജോൺ ആഡംസ് ആയിരുന്നു രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി. അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. ഔറംഗസേബാണ് അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് റൂദർഫോർഡ്. റൂദർഫോർഡാണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം ഹെവി വാട്ടർ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? മോഡറേറ്റർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം മോഡറേറ്ററായിട്ടാണ് ഉപയോഗിക്കുന്നത്. ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത്. ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത് ഡൺലപ്പ്. ഡൺലപ്പാണ് ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോഹാൻ. ഓട്ടോഹാനാണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്തരാജാവ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്തരാജാവ് കുമാരഗുപ്തൻ. കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്തരാജാവ്. നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവ്. നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവ് ധർമ്മപാലൻ. ധർമ്മപാലനാണ് നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവ്. നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണാൻ കഴിയുന്നത്? നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണാൻ കഴിയുന്നത്? ബീഹാർ. ബീഹാറിലാണ് നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്നത്. നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ്? നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത്? ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത്. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ. ശ്യാം ബെനഗലാണ് മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ. ലോങ് വാക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന ആത്മകഥ എഴുതിയത്? ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന ആത്മകഥ എഴുതിയത് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന ആത്മകഥ എഴുതിയത്. ജേർണലിസം ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത്? ജേർണലിസം ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് അമിതാഭ് ചൗധരി. 1961 അമിതാഭ് ചൗധരിയാണ് ജേർണലിസം ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.